കണ്ണും കാതുമില്ലാത്ത യുദ്ധം, അന്ധമായ യുദ്ധം, അട്ടിയായിട്ട് കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന്. കണ്ണില്ല, കുഞ്ഞെന്നില്ല, തള്ളയെന്നില്ല, വൃദ്ധനെന്നില്ല, വൃദ്ധകളെന്നില്ല, അന്ധമായ യുദ്ധമായിരിക്കും. ഒരു നീതിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. തീർന്നു, വെടിനിർത്തി എന്ന് കരുതും, അഭയാർത്ഥിയിലേക്ക് ബൈക്കോളി എന്ന് പറയും, അങ്ങോട്ടേക്ക് അവരിടും. തുടരെ തുടരെ അട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യജിദ അഹദും മിനൻ നാസി മിൻഹാ മൽജഉൻ. നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം, വൃദ്ധകളടക്കം, വൃദ്ധന്മാരടക്കം, സ്ത്രീകളടക്കം, അഭയാർത്ഥികൾ അടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ, ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത്, ബഹ്റൈൻകാരനും മിണ്ടാത്തത്, UAE-കാരനും മിണ്ടാത്തത്, കുവൈത്തുകാരനും മിണ്ടാത്തത്, ഇറാൻകാരനും മിണ്ടാത്തത്, ഇറാഖുകാരനും മിണ്ടാത്തത്. മിണ്ടാൻ പറ്റൂല. ജനങ്ങളിൽ നിന്ന്, ഈ അധികാരി വർഗത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് എന്ന ഒരു വാക്ക് അവർ പറയുകയില്ല. കേട്ടോ സഹാബത്തെ, നബിയുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പറയൂല, നിങ്ങൾ പേടിക്കണ്ട, പറയൂല. 11-ാം തീയതി തീരുമാനം വെച്ചിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാം ഫതഹാവും. 11-ാം തീയതി തീരുമാനത്തേക്ക് 4 രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 4 സമുദായത്തിലെ 4 പേര് ഒന്ന് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും. പക്ഷെ പറയൂല അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, പറയൂല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാ, ലാ യസ്തതിഉ വഹദും മിനൻ നാസ്. എത്രത്തോളം തുഅറഖുൽ ഉമ്മത്തു അർഖൽ അദീം. ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും. ലാ യസ്തതിഉ അൻ യഖൂല മ. ഇത് പാടില്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. ഉണ്ടാകും, അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും. അനങ്ങാൻ കഴിയൂല സഹാബത്തെ. ശരിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലയകൂനന്ന ബിശാമി ഫിത്നത്തുൻ വഅൻതും നാദിമൂൻ അൻ ജൂഇൻ ശദീദിൻ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഈ ഷാമിലെ മക്കൾ, അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ, ഒരു റൊട്ടി കഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ആരെങ്കിലും അയൽ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയുന്ന റൊട്ടി കഷണത്തിന്റെ ഒരംശമെങ്ങാനും അവർക്ക് കിട്ടിയാൽ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലല്ലേ? വെള്ളമുണ്ടോ? വഅൻതും നാദിമൂൻ. നിങ്ങൾ വിഷമിക്കും, അവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട്. വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല. അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി ഒട്ടകത്തെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി, കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന്, ഗർഭിണികള്, ഉമ്മമാര്, പെങ്ങന്മാര്, മസ്ജിദുകൾ, മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ. നല്ല കബ്സ, ആടിന്റെ മട്ടന്റെ കബ്സ. ആ സമുദായം
തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും. വഅൻതും നാദിമൂൻ, നിങ്ങൾ ദുഃഖിക്കുമത്രേ. നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്നുമില്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഫനഹാഹാ ബിശ്ശാം. ഷാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ആ ഷാമിൽ പെട്ടതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദുവ്വുൻ യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കിട്ട് പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട സഹാബി പറയുകയും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് മയ്യത്തുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഭാഗ്യം തരട്ടെ. ആ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കട്ടെ, നമ്മളെയും അല്ലാഹു സഹായിക്കട്ടെ. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളാണ്. നമ്മൾ ഓർത്തുകൊള്ളുക, മുസ്ലിം ഉമ്മത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നവരാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ അടക്കം ഈ നിഷ്കരണം വധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കൊക്കെ മാനസികമായി വിഷമവും പ്രയാസവും ഉണ്ടാകാം. ഇത് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പറയും അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, കാരുണ്യവാനാണ്. എന്നിട്ട് അല്ലാഹു എന്ത് റഹ്മത്താണ് ഈ കുഞ്ഞുമക്കളോട് ചെയ്തത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതൊക്കെ മറുപടി നൽകിയെങ്കിലും ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്ഫാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കുഞ്ഞുങ്ങൾ, കുഞ്ഞുമക്കൾ, അല്ലദീന യമൂതൂന വഹും സിഗാറുൻ, കുഞ്ഞു പൈതലായിരിക്കുമ്പോ, കുഞ്ഞു കിടാവായിരിക്കുമ്പോ, കുഞ്ഞു മോനും മോളുമായിരിക്കുമ്പോ ആ അവസ്ഥയിൽ അവർ മരണപ്പെടുമ്പോൾ എത്ര വിഷമായിരിക്കും. അങ്ങനെ അവർ മരണപ്പെട്ടാൽ ആരായിരിക്കും ആ കുട്ടികളുടെ ഉമ്മയുപ്പയും? യക്ഫുലുഹും ഐ യർആഹും വയഖൂമു അലാ ശഅനിഹിം. നബിയുല്ലാഹി ഇബ്രാഹിം വസാറത്ത് സൗജതുഹു അലൈഹി സ്വലാത്തു വസ്സലാം. ആ കുഞ്ഞുമക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പിതാവിന്റെ സ്ഥാനത്ത് ഏൽപ്പിക്കുന്നത് ആരെയാ? നബിയുല്ലാഹി ഇബ്രാഹിം. യക്ഫുലുഹും, അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കും. ഉമ്മ സാറത്തു സൗജതുഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അൻഹ ആ പിഞ്ചു മക്കളുടെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരെ കളിപ്പിക്കും, സന്തോഷിക്കും. തന്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടത് അവർ മറന്നുപോകും. പക്ഷേ ഹത്താ യറുദ്ദഹും ഇലാ ആബാഇഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളാകുമ്പോ ഈ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബീവി സാറ റളിയല്ലാഹു തആല അൻഹ അടങ്ങുന്ന ആ ദമ്പതികൾ ഈ മക്കളെ സുരക്ഷിതമായി ആ ഉമ്മാന്റെ ഉപ്പാന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ചെറുപ്പത്തിൽ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങള് നിങ്ങളുടെ പിതൃസ്ഥാനത്ത് നിന്ന് മാതൃസ്ഥാനത്ത് നിന്ന് ഈ മക്കളെ ഞങ്ങൾ സംരക്ഷിച്ചവരാണ്. അവർ പിന്നീട് കരഞ്ഞിട്ടില്ല, ചിരിച്ചിട്ടേ ഉള്ളൂ.
അവർക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം അവർക്ക് നേരിട്ടിട്ടില്ല. അവരിങ്ങോട്ടേക്ക് വന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാ നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ അമാനത്തായി അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചതാണ്, ഇത് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ ഇതാ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട സാറാ ബീവി അടക്കമുള്ള ദമ്പതികൾ ഈ കുഞ്ഞു മക്കളെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ഹാദാ റഹ്മത്തും മിനല്ലാഹി അസ്സ വജല്ല ബിഖൽഖിഹി, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ദാസന്മാരോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറയരുത് അള്ളാഹ്ക്ക് കരുണയില്ല എന്ന് പറയരുത്, അള്ളാഹ്ക്ക് കരുണയില്ല എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകരുത്. ഇത്രയും നമ്മൾ ദുആ ചെയ്തിട്ട് അല്ലാഹുവേ 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 ഇവന്മാർക്കൊന്നും സംഭവിക്കുന്നില്ല, ഒരിക്കലും അത് പറഞ്ഞു പോകരുത്. ഈ കുഞ്ഞു മക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത. ഒരു പ്രവാചകൻ തന്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ ഭാഗ്യമല്ല, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനവും ശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനുള്ള നമുക്ക് അല്ലാഹു വലിയ വാഗ്ദ ചെയ്തിട്ടുണ്ട്, വലിയ വാഗ്ദ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പുറകിൽ അടുത്ത വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ആരാണ് ഇതിന്റെ പിന്നിൽ വരുന്നത്, എവിടെയാണ് ഇതിന്റെ പര്യവസാനം, എങ്ങനെയായിരിക്കും ഇത് തീർക്കുക എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഹദീസുകളുണ്ട്. അത് പരിധി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിഷ്ഠൂരം വധിക്കുന്ന ഈ വൃത്തികെട്ട വർഗം ഇവർ ഇന്നല്ല, ഇനി എത്രത്തോളം ഖിയാമത്ത് നാളിന് അവസാനം വരെ ഇവർ അനുസരണയില്ലാത്ത വർഗമാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ കഷ്ടപ്പെടുത്തി ഒരുപാട് പരീക്ഷണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. കാരണം അനുസരണയില്ലാത്ത വർഗമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ എന്ത് പരാതിയുമായിട്ട് വരുന്നത് ഇസ്രായേലികളാണ്, എല്ലാ പരാതിയും. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം കാര്യങ്ങൾ പറയും, പക്ഷെ ഇവരതനുസരിക്കൂല. അങ്ങനെയാണ് ഒരു കൊലയുമായി ബന്ധപ്പെട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്രായേലികളെ സമീപിക്കുന്നത്. ഞങ്ങൾ ഒരാൾ കൊല ചെയ്യപ്പെട്ടു, അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയും. അതാരാണെന്ന് ആ ഖാദുകനെ കണ്ടുപിടിക്കാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സിമ്പിളായ ഒരു മറുപടി പറഞ്ഞു. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി اذكرون يا قوم إذ قال موسى لقومه يا قوم اذبحوا بقرة. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൂസ അവരോട് ഒരു മൃഗത്തെ അറക്കാൻ പറ, ഒരു പശുവിനെ അറുത്ത് അതിന്റെ തോലെടുത്ത് ആ കാണുന്ന മൃതശരീരത്തിൽ അടിച്ചാൽ ആരെന്ന് മനസ്സിലാകും. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തോട് പറഞ്ഞു. മൂസ നബി അത് സ്വീകരിച്ചു. മൂസ നബി അത് അവരുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ നിങ്ങൾ അറക്കണം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉടനെ അവർ പറഞ്ഞു, ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ, നീ എന്ത് മൂസ ഞങ്ങളെ പരിഹസിക്കുകയാണോ, നീ എന്ത് ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഞങ്ങൾ ഒരു ഖാദുകന്റെ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോ പശുവിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ, ഞങ്ങളെ നീ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ? അല്ലാഹുവേ, കണ്ടോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഇസ്രായേലി വർഗത്തിന്റെ വിഷയം പറയുന്ന കൂട്ടത്തിൽ മുഴുവനും ആയത്തുകൾ പരിശോധിച്ചറിയാം, ഇവന്മാര് വിവരമില്ലാത്തവന്മാരാണ്, ഇവന്മാര് ജാഹിലീങ്ങളാണ്, വിവരം കെട്ടവന്മാരാണെന്ന മൂസ നബിയുടെ അനുയായികളെ കുറിച്ച് മൂസ നബി പറഞ്ഞത്. എന്നാൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളെ കുറിച്ച് പറഞ്ഞെന്താ, അസ്ഹാബി കന്നുജൂം, എന്റെ അനുചരന്മാർ, എന്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എന്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ കുറിച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ, വിവരമില്ലാത്തവന്മാരാണ് ഇവന്മാർ, വിവരമില്ലാത്ത വിഡ്ഢികളായി പോയല്ലോ പടച്ചവനെ. അന്നേ ആ ശാപ പേരിന് അർഹരായവരാണ്
ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم. നോക്കണേ, ഓരോ പ്രവാചകന്മാരുടെ ശാപം ഏറ്റുവാങ്ങിയവന്മാരാണ് ഈ വർഗം. ഗുണം പിടിക്കൂല, ഈ ഖിയാമം വരെ ഈ വർഗം ഗുണം പിടിക്കൂല. ഇവര് തിരിയാനും മനസ്സിലാക്കാനും ഈ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാനും ഇവർ പോകില്ല. കാരണം ശാപം ഏറ്റ വർഗമാണ്. ആരുടെ ശാപം? നമ്മളെ പോലെ സാധാരണക്കാരന്റെ ശാപമല്ല, പ്രവാചകന്മാരുടെ ശാപമേറ്റ വർഗമാണ് ഇസ്രായേലികൾ. ഈ ജൂതവർഗം പ്രവാചകന്മാരുടെ ശാപമേറ്റവരാണ്. ഈ പ്രവാചകന്മാരുടെ ശാപമേറ്റവർ എന്തെങ്കിലും രക്ഷപിടിച്ച ചരിത്രമുണ്ടോ? രക്ഷപിടിക്കുകയില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ് ലൂഇന, അവർ ശപിക്കപ്പെട്ട വർഗമാണ്. കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ദാവൂദ് നബിയുടെ നാവാലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവാലും ഇനി ഓരോ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളിലേക്ക് പരതി നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരുടെ നാവിലൂടെയും ഇവർ ശപിക്കപ്പെട്ട വർഗമായി മാറി. അവരുടെ അഹങ്കാരങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ആഭാസങ്ങൾ കൊണ്ടും ഇവർ ശപിക്കപ്പെട്ടവരായി. ഏതൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും ഇവർ. ഇതായിരുന്നു ഇവിടെ സ്വഭാവം. നമ്മൾ കാണുന്ന അങ്ങനല്ലേ? കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിങ്ങൾ ജനീവ കരാർ പ്രകാരം ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ലോകം മൊത്തം വിളിച്ചു പറഞ്ഞിട്ടും, ജൂതന്മാര് പറഞ്ഞിട്ടും, ഇന്ന് നിലനിൽക്കുന്ന ഇസ്രയേലിലുള്ളവർ പറഞ്ഞിട്ടും ഈ ജൂതവർഗം അത് കേൾക്കാൻ തയ്യാറല്ല. അതാണ് രസം. كانوا لا يتناهون عن منكر فعلوه ذلك بما عصوا ولبئس ما كانوا يفعلون. ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഒരു നിലയ്ക്കും അനുസരണയില്ലാത്ത വർഗമാണ്. ഇന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ദുഷിച്ച കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ അത് സ്വീകരിക്കുകയില്ല. ആ ദുഷിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ പ്രേരണ നൽകുകയും അതവർ ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ സ്വഭാവം. അതാണ് ഇവര് പറഞ്ഞു. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ഞങ്ങൾ ആരെന്നറിയോ? വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉ. ഞങ്ങൾ എന്ത് അനുസരിക്കണം മൂസ? ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ദൈവപുത്രന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾ എന്തിനനുസരിക്കണം? ഞങ്ങൾ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടവരാണ്, ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരാണ്, ഇഷ്ടപുത്രന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാ പൊരുത്തവും തൃപ്തിയും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവര് പറഞ്ഞ വാക്കാണ് വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. ഞങ്ങൾ അള്ളാന്റെ സന്താനങ്ങളാണ്, അള്ളാന്റെ ഇഷ്ടദാസന്മാരാണ്, അവരാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നീയും നിന്റെ സമുദായം നീ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പൊയ്ക്കോളി, ബൈത്തുൽ മുഖദ്ദസിലേക്കോ എങ്ങോട്ടോ പൊയ്ക്കോ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അതാണ് അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മൃഗത്തെ അറക്കാൻ പറഞ്ഞപ്പോ അങ്ങ് അറുത്താ മതി. അങ്ങനെ ഓരോന്ന് ചോദിച്ചു. എങ്ങനത്തെ പശു, അതിന്റെ കളർ എന്താ, അതിന്റെ കോല എന്താ, അതിന്റെ വയസ്സെത്ര, അതെങ്ങനെയായിരിക്കണം, എങ്ങനെ അറുക്കണം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അലഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. ഈ വിവരമില്ലാത്ത ജനതയിൽ നിന്ന് അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കലാണ്, അനുസരണ ഇല്ലാത്ത വർഗ്ഗമാണ്. അപ്പൊ ഇവരെ കുറിച്ച് അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ഈ അനുസരണ കട്ട വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അല്ലാഹ് പറഞ്ഞ വാക്ക കൽ ഹൃദയങ്ങളാണ് ഈ ജൂതവർഗം.
കൽഹൃദയങ്ങളാണ് ഈ ജൂതവർഗം. കല്ലിനുമുണ്ട്. കല്ലും ചിലപ്പോ നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു പറയാ, വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ചില കല്ലുകൾ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് വെള്ളം അല്ലാഹു നമുക്ക് നൽകുന്നു. ചില കല്ലുകൾ കരയുകയാണ്. ചില കല്ലുകൾ മുകളിൽ നിന്ന്, പർവ്വത സാനുക്കളിൽ നിന്ന്, സമുച്ചയത്തിൽ നിന്ന് അല്ലാഹയെ ഭയപ്പെട്ട് താഴേക്ക് വീഴുകയാണ്. ചില കല്ലുകൾ പുഴകളായി നമുക്ക് സാന്ത്വനത്തിന്, നമുക്ക് സമാധാനത്തിന്റെ മന്ദമാരുതൻ വീശിത്തരുന്ന എത്രയോ നല്ല പുഴകളുണ്ട്. ഈ കല്ലുകൾ നമുക്ക് ദുനിയാവിൽ നമ്മളോട് ദയയും നമ്മളോട് ലാളിത്യവും കാണിക്കുമെങ്കിൽ ഇതുപോലും കാണിക്കാത്ത വർഗമാണ് ജൂതവർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. അവൻ ഏത് വർഗത്തെ അവൻ അനുസരിക്കാനാണ്? ആര് പറഞ്ഞാൽ അവൻ കേൾക്കാനാണ്? അവൻ കേൾക്കയില്ല. ഇത് ഖുർആന്റെ വാക്കാണ്. ഇത് അള്ളാഹുവായിട്ട് ആളുകളെ ഇറക്കി ഇവരെ മുരടോടുകൂടി പറിച്ചെറിയുകയാണ്. അതാണ് അള്ളാഹിന്റെ തർത്തീബ്. അവസാനമായിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ വാക്കതാണ് അനുസരണയില്ലാത്ത വർഗം. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും. അത് തന്നെയാണ് അവരുടെ തർത്തീബ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു ഈ പ്രവാചകന്മാര് കടന്നു വന്ന പ്രവാചകന്മാരുടെ പാദസ്പർശം ഏറ്റതിന്റെ ബർക്കത്ത് കൊണ്ട് പല അനുഗ്രഹങ്ങളും ആ നാട്ടിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും ഈ സമുദായത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹെൽപ്പ് അവിടെ നൽകുന്നത്. ആ ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് ഉണ്ട്, വാദി നംല് എന്ന് പറയുന്ന ഒരു പേരുണ്ട്. വാദി നംല് ഫലസ്തീനിന്റെ മറ്റൊരു പേരാണ് ആ നാട്ടില്. അതായത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ എറുമ്പിൻ കൂട്ടം സംസാരിച്ച ഒരു സ്ഥലമുണ്ട്. അതാണ് വാദി നംല് എന്ന് പറയുക. ആ സംസാരം കേൾക്കാനുള്ള ഭാഗ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പല കഴിവുകൾ നൽകി. അതിൽ ഒരു കഴിവാണ് പക്ഷി പറവാദികളുടെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ, എറുമ്പിൻ കൂട്ടത്തിന്റെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ, അതേപോലെ കാറ്റുകളെ നിയന്ത്രിക്കാൻ. ഇതിനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ ഖാലത് നംലതു യാ അയ്യുഹൻ നംലു ദഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു وهم لا يشعرون فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ആ പലസ്തീനിന്റെ മണ്ണിൽ വാദി അൻ നംല് എന്ന് പറയുന്ന സ്ഥലമെത്തി. ഹത്താ ഇദാ തൗ അലാ വാദിൻ നംല്, എറുമ്പിന്റെ കൂട്ടം ഉള്ള സ്ഥലം, അതിന്റെ താവളം, അതിന്റെ പരിസരത്തെത്തി. قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. എറുമ്പിൻ കൂട്ടങ്ങളെ, നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറിക്കോളി, സുലൈമാനും പരിവാരങ്ങളും വരുന്നുണ്ട്, അവരൊക്കെ ചവിട്ടി നിങ്ങളെ കൊന്നുകളയും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറിക്കോളി. ഇത് ആര് കേട്ടു? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ചിരിച്ചു, പുഞ്ചിരിച്ചു. അത് കേട്ടിട്ട് എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാണ്. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവേ, ഈ ഉദരജീവികൾ പടച്ചവനെ, ഈ എറുമ്പിൻ കൂട്ടത്തിന്റെ ഭാഷ നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ അല്ലാ. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, ഖാല റബ്ബി ഔസിഉനി
أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ, എനിക്കും എൻ്റെ പിതാവിനും നീ തന്ന അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്. കണ്ടോ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുമ്പം അള്ളാന്റെ ശിക്ഷ ഉണ്ടാവും.